ഹായ് കുട്ടികളെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ അതാ മാസ്കൊക്കെ വെച്ചിരിക്കുന്നത് എവിടെയായിരിക്കും ഒന്നായിരിക്കും. അപ്പോൾ നമ്മളിതാ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് കേട്ടോ. അമ്മയ്ക്ക് ചെറിയൊരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹാർട്ടിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞുള്ള കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടോക്കണൊക്കെ നമ്മൾ മുൻകൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഡേറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാണ്ട് ഡേറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മളിതാ ഇനിയിപ്പം മുകളിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെഡിക്കൽ കോളേജല്ലേ, നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമായിരിക്കുമല്ലോ. അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അമ്മയ്ക്ക് ഇടയ്ക്ക് വെച്ചൊരു സ്ട്രോക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അമ്മയ്ക്ക് ഹാർട്ടിൻ്റെ സർജറി ചെയ്യേണ്ടി വന്നു കേട്ടോ. ഈ ഹാർട്ടിന് ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഈ സ്ട്രോക്ക് വന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം അമ്മ ഇപ്പോൾ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും മാസത്തിൽ ചെക്കപ്പിന് വരണം. നമ്മളങ്ങനെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മയുടെ നമ്പർ 262 എന്തോ ആണ്, 251 ആയതേ ഉള്ളൂ. അപ്പം ഞങ്ങളിവിടെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ നമ്പരെത്തി. അമ്മ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ എൻ്റെ അടുത്തോണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഡോക്ടറെ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് മെഡിസിൻ വാങ്ങുന്നിടത്ത് പോയി ക്യൂവിൽ നിൽക്കാൻ പറഞ്ഞു. എന്നാൽ മാത്രമേ അമ്മ കണ്ടിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മെഡിസിനൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. അതാണ് ക്യൂവിൽ ഇത്രയും ആളുകളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മെഡിസിനൊക്കെ വാങ്ങിച്ചിറങ്ങി. പിന്നെ കുറച്ച് മെഡിസിനും കൂടെ കിട്ടാനുണ്ട്, അത് പുറത്തുനിന്ന് എടുക്കണം. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ വണ്ടിയൊന്നും എടുത്തില്ല, കാരണം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് വരാൻ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ എടുക്കാൻ. ബസ്സിലാകുമ്പോൾ സുഖമായിട്ട് പോയിട്ട് വരാമല്ലോ. അങ്ങനെ ഞങ്ങൾ താണ്ട ബസ് സ്റ്റോപ്പിലോട്ട് ഞാനും അമ്മയും കൂടി നടക്കുവാണ് കേട്ടോ. ഓട്ടോ നോക്കിയിട്ട് ഓട്ടോയൊന്നും അവിടെ ഇല്ല. എന്നാ വിചാരിച്ച് രണ്ടുപേരും കൂടി ചേർന്ന് അങ്ങ് നടക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ കുറേ കഥകളും ഒക്കെ പറഞ്ഞ് ഞാനും അമ്മയും കൂടി പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ മെഡിക്കൽ സ്റ്റോറിലെത്തി. കുറച്ച് മെഡിസിൻ അവിടെ ഇല്ലായിരുന്നു, അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഒരു ഓട്ടോയിലോ വല്ലതും ബസ് സ്റ്റോപ്പിലോട്ട് പോകണം. അമ്മ താണ്ട മെഡിസിനൊക്കെ വാങ്ങിക്കണം. അങ്ങനെ നമുക്ക് ബസ് കിട്ടി കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ടാറ്റാ ബൈ ബൈ സി.